പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറയാം. കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ ദിവസം ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ ബലിയർപ്പിക്കാനുള്ള കൃപ പ്രാർത്ഥിക്കാം. പ്രത്യേകമായി മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം നടക്കുന്ന ഈ ദിവസം തിരുസഭ മുഴുവനും വേണ്ടി തിരുസഭയെ നയിക്കാനുള്ള കൃപ അദ്ദേഹത്തിന് സമൃദ്ധമായി ലഭിക്കാനായി നമുക്ക് ദിവ്യകാരുണീശോയോട് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 10-ാം വചനം ധ്യാനിക്കാം. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. തിബേരിയാസ് കടൽ തീരം അനുഗ്രഹത്തിൻ്റെ തീരമായി മാറുന്ന മനോഹരമായ രംഗം. ഈശോ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കിയിരുന്നു. എന്നിട്ടും ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരാൻ അവരോട് അവർന്ന് ആവശ്യപ്പെട്ടുന്നു. നമ്മുടെ അധ്വാന ഫലങ്ങളും കൂടെ വിശുദ്ധ കുർബാനയിൽ ബലിവസ്തുക്കളോടൊപ്പം ചേർത്ത് വെച്ചാലേ ബലിയർപ്പണം പൂർണ്ണമാകൂ എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഓരോ ബലിയർപ്പണത്തിന് വരുമ്പോഴും ബലിവസ്തുക്കൾ ഒരുക്കി നമ്മെ കാത്തു നിൽക്കുന്ന ഒരു കർത്താവ് പള്ളിവാതിൽക്കലുണ്ടെന്ന് ഓർക്കണം. ഓരോ നിമിഷവും ശ്രദ്ധയോടെ ജീവിത നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ബലിയർപ്പിക്കാൻ നാം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പല വിചാരങ്ങൾ കൂടാതെ ഏകാഗ്രതയോടും ഭക്തിയോടും ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.